ഗുഡ് ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കാത്തിരിപ്പുകൾക്കൊടുവിൽ അർജന്റീന കേരളത്തിലേക്ക് എത്തുകയാണ്. അർജന്റീനൻ ഫുട്ബോൾ ടീം കേരളത്തിൽ പന്ത് തട്ടാനെത്തുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മെസ്സി വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ആ കാത്തിരിപ്പുകൾക്ക് ഇനി അധികം ദൂരമില്ല എന്നതാണ് വസ്തുത. അർജന്റീന കളിക്കാനെത്തുമ്പോൾ അത് സൃഷ്ടിക്കാൻ പോകുന്ന ഓളങ്ങൾ ചെറുതല്ല. ഒരു കാലത്ത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്കയായിരുന്നു കേരളം. ഇന്ന് ആ തിളക്കത്തിന് നേരിയ മങ്ങലേറ്റിട്ടുണ്ട്. അത് തിരികെ പിടിക്കണം. അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അടിസ്ഥാന വികസന മേഖലകളിൽ കേരളം നൽകാൻ പോകുന്ന ഒരു വലിയ സംഭാവന തന്നെയായിരിക്കും. നമുക്ക് കാത്തിരിക്കാം അർജന്റീനയുടെ വരവിനായി. ഏതായാലും ആ നീക്കത്തിന് ചുക്കാൻ പിടിച്ച സർക്കാരിന് ഈ ഘട്ടത്തിൽ വലിയൊരു ബിഗ് സല്യൂട്ട് നൽകേണ്ടതുണ്ട്. കായികമന്ത്രി അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന്റെ ക്ഷണപ്രകാരം സ്പെയിനിലെത്തി അധികൃതരുമായി ചർച്ച നടത്തി. അതിനൊടുവിലാണ് ആ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി നവംബർ മാസത്തിൽ അർജന്റീനൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ആളുകൾ കേരളത്തിലേക്ക് വരും. വേദിയടക്കമുള്ള കാര്യങ്ങളുടെ സൗകര്യങ്ങൾ അവർ പരിശോധിക്കും. അതിനുശേഷം വേദിയും തീയതിയും പ്രഖ്യാപിക്കും. അപ്പോൾ നമുക്കിനി തീയതി കുറിക്കാനായി കാത്തിരിക്കാം. അർജന്റീനയുടെ വരവിനായി കാത്തിരിക്കാം. ഈവനിംഗ് ഡിബേറ്റിൽ നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട അതിഥികൾ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ വി പി ഷാജിയുണ്ട്, ശ്രീ രഞ്ജിത്തുണ്ട്, ശ്രീ കെ ടി ചാക്കോ, ഒപ്പം തന്നെ അജയൻ. എല്ലാവരും പേരുകേട്ട താരങ്ങളൊക്കെ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ വി പി ഷാജി, ഏതായാലും നമുക്ക് ഇനി കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ്. അർജന്റീന കേരളത്തിലേക്ക് പന്ത് തട്ടാൻ എത്തുന്നു എന്ന ഏറ്റവും വലിയ സന്തോഷത്തിലാണ് ഓരോ കായിക പ്രേമിയും. വെല്ലുവിളികൾ ഒരുപാടുണ്ട് ഇനിയും നമ്മുടെ മുൻപിൽ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം, കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ടുവരണം, സ്റ്റേഡിയത്തിലെ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, അർജന്റീന വരുന്നു എന്നത്. ഈ ഘട്ടത്തിൽ, ഈ മൊമെന്റിൽ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ആ വാർത്ത കേട്ടതോട് കൂടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ലോക ചാമ്പ്യന്മാർ മെസ്സി അടക്കമുള്ള അർജന്റീനൻ താരങ്ങൾ കേരളത്തിലെത്തുന്നു. എനിക്ക് തോന്നുന്ന അർജന്റീന കഴിഞ്ഞാൽ തന്നെ അർജന്റീനയിൽ ഇത്രയധികം ആരാധിക്കുന്ന ആൾക്കാരുള്ള സ്ഥലം കേരളമായിരിക്കും. കഴിഞ്ഞ വേൾഡ് കപ്പ് തൊട്ട് തന്നെ, വേൾഡ് കപ്പ് അല്ല 86 വേൾഡ് കപ്പ് തൊട്ടിട്ട് അർജന്റീനൻ ആരാധകർ കൂടി വരികയാണ്. മറഡോണയുടെ വരവോടി അന്നാണ് ടി വിയിൽ കളി കാണുന്നത്. അന്ന് തൊട്ട് മറഡോണ വേൾഡ് കപ്പ് എടുക്കുന്ന ആ സന്ദർഭം തൊട്ട് അർജന്റീന ആരാധകർ എന്നും കൂടുകയേ വന്നുള്ളൂ. അന്നോട്ടുള്ള ഒരു ആരാധകൻ കൂടിയാണ് ഞാനും കൂടി. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അതിൻ്റെ മെസ്സി ഒരു വേൾഡ് കപ്പ് എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അതും കണ്ടു. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ പോയി കളി കണ്ടു. അപ്പോൾ ആ ടീം മെസ്സി അടക്കമുള്ള അർജന്റീനൻ താരങ്ങൾ കേരളത്തിലേക്ക് വരുവാന്ന് പറഞ്ഞാൽ തന്നെ കേരളത്തിൽ അതെന്തായാലും ഒരു വലിയൊരു ഉത്സവമായിരിക്കും. പല കാര്യങ്ങളിലും മാറ്റം ഉണ്ടാവും. ഇതൊക്കെ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഫുട്ബോളിൻ്റെ ലെവൽ തന്നെ മാറുമായിരിക്കും. ഒരുപാട് അക്കാഡമികളിലും അതിന് വളരെയധികം പ്രോത്സാഹനങ്ങളും ഒരുപാട് ബിസിനസ്സുകാരും ചേർക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അർജന്റീന കേരളത്തിലേക്ക് ഫുട്ബോൾ കളിക്കാൻ വരുന്നു എന്നതോടൊപ്പം തന്നെ അവരുടെ ഒരു അക്കാഡമിയും ഇവിടെ തുടങ്ങാൻ തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്നതാണ് ഫുട്ബോളിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ മാറും. ഒരുപാട് ഗ്രൗണ്ടുകൾ വരും. അപ്പം ഇപ്പോൾ അർജന്റീനയെ പോലത്തെ ടീം വന്ന് കളിക്കുകയാണെങ്കിൽ അത് ലോകോത്തര നിലവാരമുള്ള ഗ്രൗണ്ടിലായിരിക്കണം. ആ ഗ്രൗണ്ടിന് വേണ്ട അനുബന്ധ സൗകര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ എന്തായാലും കേരളം നടത്തേണ്ടി വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നവംബറിൽ അവിടെ സംഘം ഇവിടെ എത്തുന്നുണ്ട്. എന്തായാലും ഈ ന്യൂസ് എന്തായാലും വളരെ സന്തോഷകരമായ ഒരു ന്യൂസാണ്. അതുപോലെ കേരളത്തിൽ അർജന്റീനയുടെ ഒരു അക്കാഡമി വരുമെന്ന് പറഞ്ഞാൽ അത് വളർന്നു വരുന്ന താരങ്ങൾക്ക് വലിയൊരു നേട്ടം കൂടിയായിരിക്കും. ആ അക്കാഡമിയോടനുബന്ധിച്ച് തന്നെ ഒട്ടനവധി മറ്റുള്ള ക്ലബ്ബുകളായാലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ കേരളത്തിലോട്ട് വരും. അപ്പോൾ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഫുട്ബോളിനോടുള്ള ഇത് പഴയ കാലത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. തിരികെ പോകാൻ പറ്റുമല്ലേ? അതെ. ഒരുപാട് കാണികൾ ഗ്രൗണ്ടിൽ വന്നുകൊണ്ടിരുന്ന കാലമായിരുന്നു. അതൊക്കെ മാറി ഇപ്പം കുറച്ച് കാണികളൊക്കെ ശുഷ്കിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും കാണികളെ ഗ്രൗണ്ടിലേക്ക് വരാൻ ഇതുപോലെ ലോകോത്തര താരങ്ങൾ വരുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ISLൻ്റെ വരവോടുകൂടി ഇപ്പം മറ്റേ കേരള സൂപ്പർ ലീഗ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സംസാരിക്കുമ്പോൾ നാളെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അതെ, തീർച്ചയായിട്ടും ഇത് ഈ വാർത്തയും കൂടി വളരെ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. രഞ്ജിത്ത്, നിങ്ങളെപ്പോലുള്ള ബ്രസീൽ ആരാധകരൊക്കെ എങ്ങനെയാണ് കാണുന്നത് അർജന്റീനയുടെ വരവിനെ? ബ്രസീൽ ആരാധകർ സ്വാഗതം ചെയ്യുന്നോ? തീർച്ചയായും. ബ്രസീലിനെ കൊണ്ടുവന്നാലോ? ഞാനത് പറയാനിരിക്കുകയായിരുന്നു. എനിക്ക് മനു ആദ്യം പറഞ്ഞൊരു വാക്ക് കടമെടുക്കേണ്ടി വരുന്നു. ആദ്യമായി നമ്മുടെ സർക്കാരിനും നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ അബ്ദുൾ റഹ്മാൻ സാറിനും ഒരു ബിഗ് സല്യൂട്ട് ആദ്യമായി ഞാൻ നേരുന്നു. കാരണം ഇതുപോലുള്ളൊരു വലിയൊരു ലോകോത്തര ചാമ്പ്യന്മാരെ നമ്മളെ കൊച്ചു സ്റ്റേറ്റായി, അതായത് ഇന്ത്യയിൽ തന്നെ ചെറിയൊരു സ്റ്റേറ്റായ കേരളത്തിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് മെസ്സിനെ ആരാധിക്കുന്ന ആൾക്കാരായാലും
അല്ലാത്ത ഞങ്ങളെപ്പോലുള്ള ബ്രസീൽ ഫാൻസ് ആയാലും അതൊരു വലിയ കാര്യം തന്നെയാണ്. അവിടെ നമുക്ക് ടീമൊന്നുമില്ല. അവിടെ ടീമൊന്നുമില്ല. അപ്പം ഞാനിട്ടിരിക്കുന്ന ഒരു ടീഷർട്ടിൽ വായിക്കാൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ മെസ്സി എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഏറ്റവും വലിയൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാവാൻ നമ്മുടെ ഈ ഒരു ചെറിയൊരു സംസ്ഥാനം നമുക്ക് കഴിയുമെങ്കിൽ, നമ്മുടെ ഗവൺമെൻറ് ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒരു അച്ചീവ്മെൻ്റ് ആയിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ടീം വരുന്നതോടൊപ്പം തന്നെ ടീം ഒരു വശത്ത് വരുന്നു, പക്ഷേ അവർ കളിച്ചു മടങ്ങും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു അക്കാഡമി അർജന്റീന ഇവിടെ സ്ഥാപിക്കാൻ അവർ നമ്മളോട് സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ വി പി ഷാജി പറഞ്ഞൊരു വാചകം അതിൻ്റെ കൂടെ ചേർക്കാം. സത്യത്തിൽ അന്ന് അർജന്റീനയുടെ ഫുട്ബോൾ മെമ്പർമാർ വരെ അത്ഭുതപ്പെട്ടു പോയൊരു സംഭവമായിരുന്നു കേരളത്തിലെ അവരുടെ വലിയ ആരാധന കണ്ടിട്ട്. കാരണം ഇത്രയും വലിയ കട്ടൗട്ടുകൾ വയ്ക്കുക, അവരുടെ അസോസിയേഷൻ്റെ ഔദ്യോഗിക പേജുകളിൽ പോലും നമ്മുടെ ഫുട്ബോൾ പ്രേമം, ഫുട്ബോൾ ഭ്രാന്ത് അതേ രീതിയിൽ പകർത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അർജന്റീന കേരളത്തെ അങ്ങനെ ചെറുതായിട്ട് കാണുന്നില്ല. നമ്മളോട് അത്രമാത്രം ഫുട്ബോൾ സ്നേഹമുള്ളൊരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് അവർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം വളരെ വേഗത്തിൽ ഈ ഒരു നടപടികളിലേക്ക് അവർ പോകുന്നത്. തീർച്ചയായും ഞാൻ പറഞ്ഞു വരുന്നത് ഇതേ പോയിന്റിലാണ്. കാരണം നമ്മുടെ കേരളത്തിലെ ഇത്രയും മെസ്സി ഫാൻസ്, അർജൻറ്റീന ഫാൻസ്, അതുപോലെയുള്ള നേരത്തെ പറഞ്ഞ പോലെ അത്രയും കൂടുതൽ ലോകത്ത് കേരളത്തിലുള്ള പോലെ ബ്രസീൽ ഫാൻസും അർജൻറ്റീന ഫാൻസും ഈ ലോകത്ത് എവിടെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത്രമാത്രം ആരാധകരുള്ള രണ്ട് കൺട്രിയാണ് ഇവർ രണ്ടുപേരും. നമ്മുടെ ഈ മെസ്സിയുടെയൊക്കെ കട്ടൗട്ടറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ പ്രദേശത്തെ ആൾക്കാരുടെ അത് മെസ്സി വരെ ലൈക്ക് ചെയ്തിട്ടുള്ള മൊമെൻറ്റ് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട വാർത്തകളും മെസ്സിയുടെ കട്ടൗട്ടർ, അങ്ങനെ ഓരോരോ വലിയ വലിയ താരങ്ങളുടെ നമ്മുടെ വേൾഡ് കപ്പ്, ഖത്തർ വേൾഡ് കപ്പ് തന്നെയാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അപ്പോൾ ഖത്തർ വേൾഡ് കപ്പിലുള്ള ആ ഒരു അവിടെ വെച്ചാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്നേഹം അർജൻറ്റീന എന്താണെന്ന് മനസ്സിലാക്കിയതും കേരളത്തിലെ അർജൻറ്റീന ഫാൻസ്, മെസ്സി ഫാൻസ് എന്താണെന്ന് അർജൻറ്റീനക്കാർ, അതായത് മെസ്സിയെ പോലുള്ള വലിയ വലിയ പ്ലെയേഴ്സ് ഇത് നമ്മളെ മനസ്സിലാക്കാൻ കഴിയാൻ പറ്റിയത് ഖത്തറിൽ നടന്ന വേൾഡ് കപ്പിലൂടെയായിരുന്നു. തീർച്ചയായും. കാരണം മലയാളികളേറെ ഏറ്റവും കൂടുതൽ കണ്ടൊരു ലോകകപ്പ് കൂടിയായിരുന്നു ഖത്തറിൽ. അന്ന് ഖത്തറിൽ വെച്ച് ഞാനും വി പി ഷാജിയും IM വിജയനും ഞങ്ങളെല്ലാവരും പരസ്പരം കണ്ടിരുന്നു. അവിടെ വെച്ച് വാർത്തകളൊക്കെ ചെയ്ത് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് ഞങ്ങളെല്ലാവരും കണ്ട് സംസാരിച്ചതാണ്, വാർത്തകളൊക്കെ ചെയ്തതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം രഞ്ജിത്ത്, ഇവിടെ സർക്കാരിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിനെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരു വാചകം പറഞ്ഞു പോയി, പക്ഷേ എങ്കിൽ പോലും അതിൽ കൂടുതൽ എടുത്തു പറയേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അർജന്റീനയെ പോലൊരു ടീമിനെ എത്തിക്കണമെങ്കിൽ അതിൻ്റെ മുൻപിലുള്ള ചിലവെന്ന് പറയുന്നത് ചെറുതല്ല. അത് പണം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഇപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് അർജന്റീന പോലൊരു ടീമിനെ കളിപ്പിക്കാനുള്ള സ്റ്റേഡിയത്തിൻ്റെ സൗകര്യങ്ങൾ കുറവാണ്, പരിശീലന സൗകര്യങ്ങൾ വേണം, മറ്റു കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ അത് ഞങ്ങൾ ഒരുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിട്ടിറങ്ങുന്ന ഒരു ഭരണ സംവിധാനത്തെ കൂടി ഈ ഘട്ടത്തിൽ കാണാതെ പോകാൻ കഴിയില്ല. വളരെ വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് ഇപ്പം മനു പറഞ്ഞിരുന്നത്. കാരണം നമ്മുടെ കേരളത്തിലുള്ള കളിക്കാർക്ക് ജോലി കൊടുക്കുന്നത് മുതലുള്ള നമ്മുടെ സർക്കാർ ഏറ്റെടുക്കുന്ന എല്ലാ വെല്ലുവിളികളും വളരെ നല്ല രീതിയിലാണ് നമ്മുടെ സർക്കാർ കൊണ്ടുപോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു നാഷണൽ ഗെയിംസ് വിൻ ചെയ്താൽ അതിൻ്റെ പ്രൈസ് മണി കൊടുക്കുന്ന ആയാലും, സന്തോഷ് ട്രോഫി വിൻ ചെയ്താൽ അവർക്ക് പ്ലെയേഴ്സിന് ജോലി കൊടുക്കുന്ന കാര്യത്തിലായാലും എല്ലാം ദ്രുതഗതിയിലാണ് ഈ ഗവൺമെൻറ് ഇതുവരെ കൊണ്ടുപോയിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇത്രയും ചിലവേറിയിട്ടുള്ള ഒരു കൺട്രിയെ, മെസ്സിയെ പോലത്തുള്ള 8 വർഷം ബാലൻഡിയോർ വാങ്ങിച്ച ഒരു പ്ലെയറിനെ നമ്മൾ കേരളത്തിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ചിലവ് വരുന്ന് നമുക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഈ ഗവൺമെൻറ് ആ ഒരു വലിയൊരു ദൗത്യം, ഈ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തിട്ട് ഇത് കൊണ്ടുവരാൻ കാണിച്ച ഈ വലിയൊരു നമ്മുടെ ഈ ഒരു സ്പോർട്സ് മിനിസ്റ്റർ പോലുള്ള നമ്മുടെ ഈ ഒരു ഉദ്യമത്തെ അതാണ്. അപ്പോൾ ആ ചിലവ് എത്ര വന്നാലും നമുക്ക് നമ്മുടെ ഈ ഫാൻസും അത് ഉൾക്കൊള്ളും, അല്ലെങ്കിൽ അവരും അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവരും തയ്യാറായി മുന്നോട്ട് വരാൻ ചാൻസ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ വി പി ഷാജി, നമ്മളിപ്പോൾ കളിയെക്കുറിച്ച് പറഞ്ഞു, അർജന്റീന വരുന്നതിനെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു കുറച്ച് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു. ഒരു കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ കളിച്ചിരുന്ന കാലത്ത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു പവർ ഹൗസായിട്ട് തന്നെ കേരളം വാഴ്ത്തപ്പെടുന്നൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിനെവിടെ ഒരു മാറ്റം, ഇളക്കം സംഭവിച്ചു. നമ്മൾ കുറച്ചൊന്ന് പുറകോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ കേരള സൂപ്പർ ലീഗ്, ISL ബ്ലാസ്റ്റേഴ്സ് പോലുള്ള ടീമുകളൊക്കെ വരുന്നു. ISL പല ടീമുകളിലും മലയാളി താരങ്ങൾ പ്രധാനപ്പെട്ട ഘടകങ്ങളാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കേരള ഫുട്ബോൾ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണോ? അതിൻ്റെ ഭാഗമായിട്ട് ഈ അർജന്റീനയുടെ വരവ് കൂടി ചേരുമ്പോൾ അതിനൊരു കൂടുതൽ ഊർജം കിട്ടുന്ന തലത്തിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത്?
അല്ല, കേരള ഫുട്ബോൾ ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞതെന്ന് വെച്ചാൽ അന്ന് സന്തോഷ് ട്രോഫി ആയിരുന്നു ഏറ്റവും വലിയ ടൂർണമെൻറ്റ്. അപ്പോൾ അതൊക്കെ മാറി ഐ ലീഗ് വന്നു, ഐ ലീഗ് കഴിഞ്ഞു ISL വന്നു, ഇപ്പോൾ സെക്കൻഡ് ഡിവിഷൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് ടൂർണമെൻറ്റുകൾ വന്നപ്പോൾ സന്തോഷ് ട്രോഫിയുടെ പ്രസക്തി കുറച്ച് അങ്ങോട്ട് കുറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് തോന്നുന്ന 8-10 വർഷമായിട്ട് കേരളത്തിൽ ഒരുപാട് അക്കാഡമികൾ വന്നിട്ടുണ്ട്. എനിക്ക് ആയിരക്കണക്കിന് അക്കാഡമികൾ കേരളത്തിലുണ്ട്. അപ്പം ഈ കുട്ടികളൊക്കെ കളിച്ച് വരുമ്പോൾ അവർക്ക് കളിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടി വേണമല്ലോ. എന്നും പ്രാക്ടീസ് ചെയ്ത് ഇതൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പം ഈ ടർഫിനകത്താണ് ഏറ്റവും കൂടുതൽ അക്കാഡമികളുടെ. അതൊക്കെ മാറി ഒരുവിധം നാച്ചുറലായിട്ടുള്ള ഗ്രൗണ്ടുകളിൽ പരിശീലനം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫുട്ബോളിൻ്റെ എന്താ പറയുക ഉയർച്ച ഒരുപാട് ഉയരത്തിലെത്തേണ്ടതാണ്. അതിനുള്ള സമയം ആ ഒരു വാചകം പറയുമ്പോൾ ആ സൗകര്യങ്ങൾ ഇപ്പോൾ നമുക്ക് മെച്ചപ്പെട്ടിട്ടില്ലേ? പൂർണ്ണമായും ഏറ്റവും ഭംഗിയായ സൗകര്യങ്ങളിലേക്ക് പോയി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇടയ്ക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ പരിശീലന സൗകര്യങ്ങളും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടില്ലേ? അതാണ് ഞാൻ പറയുന്നത്. കുറച്ചുകൂടി ഇപ്പം ഒരുപാട് ഗ്രൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൗണ്ടുകൾ സംരക്ഷിക്കേണ്ട കാര്യം കൂടിയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് ഗ്രൗണ്ടുകൾ ഇപ്പോൾ ഇവിടെ എല്ലാ ജില്ലകളിലും ഉണ്ടായി. അപ്പോൾ ഗവൺമെൻറ്റിന് അടുത്തിടെ ഉണ്ടായ ഒരു പ്രൊജക്റ്റാണ് 140 മണ്ഡലങ്ങളിൽ ഓരോ കോച്ചിങ് ക്യാമ്പ് ആരംഭിക്കേണ്ടത്. അതിന് ഒരു ബ്രാൻഡ് അംബാസിഡറായിട്ട് ഞാനും വിജയനും എല്ലാവരും കൂടിയുണ്ട്. ഒരു 10-15 പഴയ താരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ തന്നെ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള ടീമുകൾ വരുമ്പോൾ ഈ കൊച്ചു കുട്ടികൾക്ക് കളി കാണാനുള്ള ഒരു അവസരമാണ്. മെസ്സിയെ കാണാനും മെസ്സിയെ പോലെയുള്ള കളിക്കാരെ കാണാനുള്ള ഒരു വലിയൊരു അവസരമാണ്. അപ്പോൾ അതെന്തായാലും ആ കുട്ടികൾ വളരെയധികം ഉണർവുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും വീട്ടുകാരും. മോനൊരു കളിക്കാരനായി മാറുക എന്നുള്ള ഒരു പ്രൊഫഷണൽ കളിക്കാരനായി മാറുന്നത് വീട്ടുകാർക്കും താല്പര്യം ഉണ്ടാവണം. അവന് കളിച്ച് വളർന്നു വന്നാൽ അവന് അതിനുള്ള ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടണം. അതിൻ്റെ ഒരു കുറവ് മാത്രമേ ഇപ്പം കേരളത്തിലുള്ളത്. അപ്പോൾ ഒരു കളിക്കാരൻ കളിച്ച് വരുമ്പോൾ ഓരോ ലെവലിൽ വരുമ്പോൾ അവന് ജീവിക്കാനുള്ള സൗകര്യവും അവൻ്റെ വീട്ടുകാരെ പോയിട്ട് അല്ലെ പഴയകാലം പോലെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുന്ന ആ ഒരു, അതായത് ഈ കളിച്ചൊരു സർക്കാർ ജോലി കിട്ടുക എന്നതിനപ്പുറത്തേക്ക് ആ കളി കൊണ്ട് തന്നെ അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ലേ? അതെ അതെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ഒരു ജോലിയാണ് അന്നത്തെ ഏറ്റവും വലിയ സ്വപ്നം. അപ്പോൾ ആ ജോലി കിട്ടിയിട്ട് ഒരുപാട് കളിക്കാർ അവിടെ നിന്നു. പ്രൊഫഷണൽ കളിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് വിട്ടുപോകാൻ ഇപ്പം എന്തു പറഞ്ഞാലും അത് വേറൊരു കാര്യം തന്നെയാണ്. ജോലിയുള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇന്ന് നിൽക്കുന്നത്. വല്ല പരുക്കും വന്നു കഴിഞ്ഞാൽ അതോടുകൂടി ആ കരിയർ തീരുമല്ലോ. അപ്പം അതിനുള്ള സംരക്ഷണം കൂടി വളർന്നു വരുന്ന തലമുറക്ക് കിട്ടണം. ശ്രീ രഞ്ജിത്ത്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ നമ്മൾ അർജന്റീനയുടെയൊക്കെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ബ്രസീലിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ലോക ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ സ്പോർട്സ് ഇക്കണോമിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എനിക്ക് തോന്നുന്നു നമ്മളും ആ മേഖലയെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന്. കാരണം ഇപ്പോൾ ഈ സമീപ ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മളൊരു വലിയ സ്പോർട്സ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നത്, വലിയ പദ്ധതികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രാഥമിക ഘട്ട ചർച്ചകളൊക്കെ ആരംഭിക്കുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടി ഇപ്പോൾ ഈ അർജന്റീനയുടെ വരവിനെ നമുക്ക് കാണാൻ കഴിയും. കാരണം അർജന്റീന പോലൊരു ലോക ടീം വരുമ്പോൾ അത് കൊണ്ടുവരാൻ പോകുന്ന ഒരു സ്പോൺസേഴ്സിൻ്റെ ഒക്കെ ഇടയിലുള്ളൊരു വലിയൊരു ചലനമുണ്ടല്ലോ. ഇന്ത്യൻ ഫുട്ബോളിന് ഇതുവരെ ലഭിക്കാത്ത വിധത്തിലുള്ള ഒരു വലിയ പാക്കേജ് ഒരു പക്ഷേ അതിലൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു സ്പോർട്സ് ഇക്കണോമിയുടെ ഭാഗമായിട്ട് കൂടി വേണമെങ്കിൽ ഈ ടീമിൻ്റെ വരവിനെ നമുക്ക് കാണാൻ പറ്റും. പറഞ്ഞിരുന്ന ഒരു വാചകം വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം നമുക്ക് ഇതുപോലുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള ഇത്രയും വലിയൊരു നമ്മുടെ കൺട്രി, ഇത്രയും പോപ്പുലേഷനുള്ള ഒരു കൺട്രിയിൽ നിന്ന് ഈ ചെറിയൊരു സ്റ്റേറ്റ്, അതായത് ഈ ഇത്രയും വലിയൊരു ടീമിനെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് വരുന്ന ചിലവുകൾ, അതിനുള്ള നമ്മുടെ ക്യാഷ് സ്വരൂപിക്കുന്ന രീതികൾ, ഇതിനൊക്കെ ഈ പറഞ്ഞ പോലെ മനു പറഞ്ഞ ഈ കോൺക്ലേവിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കുറേ ചലനങ്ങൾ, അതിൽ നിന്നും ഒരുപാട് സ്പോൺസേഴ്സും ഇപ്പം നമുക്ക് കയറി വരാൻ, മുന്നോട്ട് വരാൻ സാധ്യത നമ്മുടെ ഈ സർക്കാരിൻ്റെ ഇത്രയും വലിയൊരു പ്രൊജക്റ്റായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം, ഈ ഒരു മെസ്സിയുടെയും അർജന്റീനയുടെയും ഇവിടെ വരുന്ന ഒരു പരിപാടി എത്രയും വലിയൊരു മഹത്തായ ഒരു പരിപാടി, ചരിത്ര പരിപാടിയായിട്ട് മാറ്റണം. നമ്മുടെ ഈ ചെറിയൊരു കേരളം അതിന് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ്. പണ്ട് മാറഡോണ വന്നപ്പോൾ നമ്മൾ ആവേശം കണ്ടതാണ് കുറച്ച് നാളുകൾക്ക് മുൻപ്. അതെ, കണ്ണൂർ വന്നപ്പോൾ അന്ന് കണ്ടതാണ്, ലോകം തന്നെ ഞെട്ടിയതാണ്. അതിനുശേഷം ലോകകപ്പിന്റെ സമയത്ത് നമ്മുടെ ആരാധന കണ്ട് ആളുകൾ അന്തം വിടുന്നു. ഇങ്ങനെയും ഫുട്ബോൾ ഭ്രാന്തന്മാർ ലോകത്തുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വരാൻ ഇതിലേക്ക് ഇപ്പോൾ ശ്രീ KT ചാക്കോ ഉണ്ട്, ശ്രീ അജയനും കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്, തത്സമയം ചേരുകയാണ്. അപ്പോൾ അവരോട് കൂടി സംസാരിച്ചതിന് ശേഷം ഞാൻ നിങ്ങളിലേക്ക് വരാം. ശ്രീ KT ചാക്കോ, ഇതാ അർജന്റീന ഇന്ത്യയിൽ, കേരളത്തിൽ പന്ത് തട്ടാനെത്തുകയാണ്. സാക്ഷാൽ ലയണൽ മെസ്സിയും സംഘവും ഇങ്ങോട്ടേക്ക് വരുന്നു.
നമ്മളിനി തീയതിയും സമയവും കുറിക്കേണ്ട ഒരു കാലതാമസമേ ഉള്ളൂ. അവർ അടുത്ത നവംബറിൽ അവരുടെ സംഘമെത്തും, ഇവിടെ പരിശോധനകൾ നടത്തും, അതിനുശേഷം അവർ വേദി തീരുമാനിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കായിക മന്ത്രി ഇപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇറങ്ങി അങ്ങ് കളിക്കാൻ തോന്നുന്നുണ്ടോ അവരോടൊപ്പം? തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ PSC ഹൈന്ദവൻ ടീമുകൾ വന്നിട്ടുണ്ട്, അതുപോലെ നല്ല നല്ല ടീമുകൾ വന്നിട്ടുണ്ട്. കൽക്കട്ടയിലും ഇതിനു മുമ്പ് ഒക്കെ ടീമുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു ആവേശമാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ അർജന്റീന ടീമിന് അതുപോലെയാണ് സപ്പോർട്ടേഴ്സ് ഉള്ളത്. അപ്പോൾ മലപ്പുറം, നമുക്കറിയാം മലപ്പുറം, കോഴിക്കോട്, കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും അർജന്റീനയ്ക്ക് നല്ലൊരു സപ്പോർട്ടേഴ്സ് ഉള്ള സ്ഥലത്ത് മെസ്സിയും അതുപോലെ ഗോൾ കീപ്പർ മാർട്ടിനസും അതുപോലെ ഡിമരിയയും അതുപോലെയുള്ള അവരെ കളിക്കാർ മുഴുവനും നമ്മുടെ കേരളത്തിൽ കാലുകുത്തി കളിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കളിക്കുവാനുള്ള ഒരു ആവേശം ഉണ്ടാകുന്നു, കളിക്കുവാൻ തോന്നുന്നു. തീർച്ചയായിട്ടും അവർ വരട്ടെ, അതൊരു ആവേശമാകട്ടെ, ഇന്ത്യൻ ഫുട്ബോളിന് ഒരു ആവേശമാകട്ടെ എന്ന് സ്വല്പം ആവേശമാകും. ഇന്ത്യൻ ഫുട്ബോളിന് ഒരു ആവേശമാകും. അതെ, ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു ചരിത്രമാകും ഈ പറയുന്ന കാര്യത്തിൽ സംശയമുണ്ട്. ചിലപ്പോൾ ഒരു സ്വല്പം അസൂയ തോന്നുന്നുണ്ടോ ഈ തലമുറയോട്? നിങ്ങൾ കളിച്ചിരുന്ന കാലത്ത് ഇവർ വന്നില്ലല്ലോ, ഇപ്പോൾ ഇവർ വരുമ്പോൾ? അസൂയ തോന്നുന്നുണ്ടോന്ന് ചോദിച്ചാൽ അസൂയുണ്ട്. എങ്കിലും എനിക്ക് PSC ഹൈന്ദവനുമായിട്ടൊന്ന് കളിക്കാൻ സാധിക്കും, അത് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ വേൾഡിലെ ഏറ്റവും വലിയ ടീമല്ലേ, അതുണ്ട്. അപ്പൊ അതുകൊണ്ട് അർജന്റീനയുമായിട്ടൊക്കെ ഒന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തമാശത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, ഇന്ത്യ കളിക്കുന്നതൊക്കെ തമാശ കൂടെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും ഒരു അസൂയുണ്ട്. ഞാനതൊരു രസത്തിന് ചോദിച്ചതാ കേട്ടോ. എനിക്കറിയാം നിങ്ങളെപ്പോലുള്ള വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അതിനെ സമീപിക്കുന്ന ആളുകളാണെന്ന്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അജയൻ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ അജയൻ, നമ്മളൊക്കെ ഇങ്ങനെ ടെലിവിഷനിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ കണ്ട മെസ്സി അടക്കമുള്ളവർ നമ്മുടെ മുൻപിലേക്ക് കളിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഒരു സ്വപ്ന സാഫല്യമാണ്. ഒരു ഫുട്ബോൾ പ്രേമിക്ക്, ഒരു ഫുട്ബോൾ കളിക്കാരന് അവരെ അടുത്ത് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പോൾ അവർ നമ്മുടെ മുൻപിലേക്ക് കളിക്കാൻ കൂടി വരുമ്പോഴോ അത് നൽകുന്നൊരു ഫീല്, അതെങ്ങനെയായിരിക്കാം താങ്കൾ എന്നോട് പങ്കുവെക്കുന്നത്? അർജന്റീന എന്ന് പറയുന്ന ടീമിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ള ടീമുകളിൽ ഒന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരെ നമ്മൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു മാറ്റം, കേരള ഫുട്ബോളിനും മറ്റും ഉണ്ടാകുന്ന ഒരു മാറ്റം വലിയ പ്രാധാന്യമാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അജയൻ. പക്ഷേ നമ്മളത് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് താങ്കളുടെ ശബ്ദം അത്ര ക്ലിയർ ആയി ലഭിക്കുന്നില്ല. ഒരൊറ്റ മിനിറ്റ് അതൊന്ന് പരിഹരിച്ചതിന് ശേഷം ഒരൊറ്റ മിനിറ്റിൽ ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. അജയൻ, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചെറിയ ഒരു പ്രശ്നം സംഭവിച്ചത്. ഇപ്പോൾ കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കുന്നു. അജയൻ, ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അർജന്റീന വരുന്നു, കളിക്കുന്നു, നമുക്ക് ഏറെ സന്തോഷമുള്ള ഏറ്റവും ആവേശകരമായ ഒരു സമയം തന്നെയാണ്. അതോടൊപ്പം തന്നെ ആ വരവ് അർജന്റീനയുമായി ഇപ്പോൾ നമ്മൾ നടത്തിയ ചർച്ചകളൊക്കെ കേരള ഫുട്ബോളിൽ കൊണ്ടുവരാൻ പോകുന്ന ചില വലിയ മാറ്റങ്ങളുണ്ട്. ഒന്ന്, അർജന്റീനയുടെ ഒരു ഫുട്ബോൾ അക്കാദമി അവർ ഇവിടെ സ്ഥാപിക്കാൻ തയ്യാറെടുക്കുന്നു എന്നതാണ്. അതിൻ്റെ ചർച്ചകൾക്ക് കൂടിയാണ് അവർ ഈ നവംബർ മാസത്തിൽ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ചലനങ്ങൾ ചെറുതായിരിക്കില്ലല്ലോ. ലോക ചാമ്പ്യന്മാരുടെ സംഘത്തിൽ നിന്ന് കളി പഠിക്കാനുള്ള അവസരം നമ്മുടെ കുട്ടികൾക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒട്ടും ചെറുതായ ഒരു കാര്യമല്ല. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഈ സ്റ്റേഡിയത്തിൻ്റെ സൗകര്യങ്ങൾ ഉയർത്തപ്പെടുന്നത് മുതൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന ചിന്തയിൽ വരെ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റം തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്ത് കാണിക്കേണ്ടത്. കാരണം വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ അർജന്റീന എന്ന് പറയുന്ന ഒരു ടീം നമ്മുടെ കേരളത്തിൽ വരിക എന്ന് പറയുമ്പോൾ അർജന്റീനൻ ടീമിനെ നമുക്ക് യാതൊരു കാരണവശാലും മോശപ്പെടുത്താത്ത രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി അവരെ നമ്മളെ കേരള ഫുട്ബോളിനെ സ്നേഹിക്കത്തക്ക രീതിയിലേക്ക് അവരെ കൺവീൻസ് ചെയ്യുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും അത് നമ്മൾ ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും കേരള ഫുട്ബോളിൻ്റെ വലിയ ഒരു മാറ്റമായി തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം ഇപ്പോൾ അക്കാഡമി നമ്മൾ അർജന്റീനിയൻ ടീമുമായി അക്കാഡമികൾ തുടങ്ങുക എന്ന് പറയുന്നത് വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഫുട്ബോൾ ഡെവലപ്മെൻറ്റ്, അവരുടെ ലൈഫ് ഒക്കെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചർച്ച വന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ ഒരു സംഭവമായി ആ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തുകൊണ്ട് ഇത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇപ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കേരളത്തിലെ
കേരള ഗവൺമെൻറ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധ്യക്ഷനും ബഹുമാനപ്പെട്ട നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ അബ്ദുറഹ്മാൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോ പഞ്ചായത്തുകളിലും ഓരോ സ്റ്റേഡിയം എന്നുള്ള രീതിയിലാണ് ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് ഫുട്ബോളിനെ വളർത്തിക്കൊണ്ടുവിടുവാൻ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഇപ്പം നിരവധി അക്കാഡമികൾ നമുക്കുണ്ട്. ഈ അക്കാഡമികൾ നമ്മുടെ അർജന്റീനൻ ടീമിനെ പോലെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു അക്കാഡമി വരിക എന്ന് പറയുമ്പോൾ നമുക്ക് സ്വപ്നതുല്യമായ ഒരു സംഭവമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ലയണൽ മെസ്സിയെയും ഡിമരിയെയും ഒക്കെ കാണാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. അതിനൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളിപ്പോൾ ഇന്ത്യൻ ടീമിൽ 2 തവണയായി നമ്മൾ പോർച്ചുഗൽ 2 മാസം ക്യാമ്പ് പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അവിടെ ഇന്ത്യൻ ക്യാമ്പിൽ പോയപ്പോൾ പോലും നമുക്ക് റൊണാൾഡോ ഒന്നും അടുത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഫുട്ബോൾ ആരാധകർക്ക് കിട്ടുന്ന ഒരു സ്വപ്നതുല്യമായ ഒരു മാറ്റമാണ്. അത് തീർച്ചയായിട്ടും ഈ നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളതിൽ ഒരു എന്താ പറയുക എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എല്ലാ മേഖലകളിൽ നിന്നും ഉണ്ടാവണം എന്ന് മാത്രമാണ് എൻ്റെ ഒരു അപേക്ഷ. ഇപ്പോൾ നേരത്തെ ശ്രീ ചാക്കോ താങ്കൾ PSV ഐന്തോവനുമായി കളിച്ച കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ അജയനൊക്കെ LG കപ്പിലെ ഗോളൊക്കെ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ അന്ന് നിങ്ങൾക്ക് അപൂർവമായിട്ട് PSV പോലുള്ള ടീമുകളോടൊക്കെ കളിക്കാൻ പറ്റി, ലോക നിലവാരമുള്ള സംഘങ്ങളോട് കളിക്കാൻ പറ്റി. പക്ഷേ തുടർച്ചയായി അത്തരം മത്സരങ്ങൾ നമുക്ക് ലഭിക്കാതെ പോവുകയായിരുന്നു. അങ്ങനെ ലഭിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ മത്സരപരിചയവും നമ്മുടെ കളിയുടെ നിലവാരവും മാറുമായിരുന്നു എന്ന് നിങ്ങളൊക്കെ പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാലം മാറുമ്പോൾ ആ കാലത്തിനനുസരിച്ച് മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മുടെ ഫുട്ബോൾ സംവിധാനങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റമുണ്ടാകുന്നതായി താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇവിടെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങിയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അവസരത്തിലേക്ക് നമ്മൾ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പുതിയ കാലത്തിനൊപ്പം ഓടാൻ നമ്മുടെ ഫുട്ബോൾ സംവിധാനങ്ങൾ തയ്യാറാകുന്നുണ്ടോ? ഇപ്പോൾ തയ്യാറാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മുടെ ഇന്ത്യ തന്നെ ഇപ്പം 124ാമത്തെ റാങ്കിലാണ്. ഇനി നമ്മളത് താഴോട്ട് കൊണ്ടുവന്നേ നമുക്ക് പറ്റുള്ളൂ. ഞാൻ അദ്ദേഹത്തിലോട്ടൊന്ന് പോയതിനു ശേഷം താങ്കളിലേക്ക് വളരെ വേഗം മടങ്ങി വരാം. ക്ഷമിക്കണം ഇടപെടുന്നതിൽ. ശ്രീ വി അബ്ദുറഹ്മാൻ മിനിസ്റ്റർ നമ്മളോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഏറ്റവും സന്തോഷകരമായ വിഷയം ഞങ്ങളിങ്ങനെ കുറച്ച് സമയം ചർച്ച ചെയ്യുകയായിരുന്നു. രാവിലെ നമ്മളൊന്ന് സംസാരിച്ചതാണ്. പക്ഷേ എങ്കിൽ പോലും അർജന്റീന വരുന്നു എന്ന് കേൾക്കുമ്പോഴുള്ള ഒരു സന്തോഷം അത് മാറുന്നില്ല. അതുകൊണ്ട് കുറച്ചധികം സംസാരിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മളോടൊപ്പം നിരവധി താരങ്ങളുണ്ട്. ശ്രീ KT ചാക്കോയുണ്ട്, അതുപോലെ തന്നെ ശ്രീ VP ഷാജിയുണ്ട്, ശ്രീ അജയനുണ്ട്, ശ്രീ രഞ്ജിത്ത് അടക്കമുള്ളവർ നമ്മളോടൊപ്പമുണ്ട്. അവരൊക്കെ ഇങ്ങനെ മിനിസ്റ്റർ അവിടെ പോയി നടത്തിയ ചർച്ചയെക്കുറിച്ച്, ആ ഇനിഷ്യേറ്റീവിനെ കുറിച്ച് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ആവേശവും സന്തോഷവും അടക്കാൻ കഴിയുന്നില്ല അവർക്കെന്നാണ് ഞാൻ താങ്കളോട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അത് കേരളത്തിൻ്റെ പൊതുവായൊരു വികാരമാണെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിലെ കായിക രംഗത്ത്, പ്രത്യേകിച്ച് ഫുട്ബോൾ അടക്കമുള്ള കായിക ഇനങ്ങളിൽ ശക്തമായ സാന്നിധ്യം മുമ്പ് നമുക്കുണ്ട്. പക്ഷേ ഇന്ന് കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഈ മേഖലയിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് കേരളം രാജ്യത്താദ്യമായി ഒരു സ്പോർട്സ് പോളിസി കൊണ്ടുവന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കായിക സാമ്പത്തിക മേഖലയെ ഉത്തേജിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുക. ഇനി ഇന്ത്യയിൽ തന്നെ കായിക സാമ്പത്തിക മേഖലയിൽ 0.57% മാത്രമാണ് വളർച്ച. ലോകത്തുള്ള മറ്റു രാജ്യങ്ങളിൽ 5 മുതൽ 15% വരെ GDP സ്പോർട്സിൽ നിന്നുള്ള സംഭാവന ലഭ്യമാകും. അതായത് ഒരു സ്പോർട്സ് ഇക്കണോമി ലക്ഷ്യമിടുകയാണോ നമ്മൾ? തീർച്ചയായും അതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. രാജ്യത്താദ്യമായി ഒരു സ്പോർട്സ് എക്കോണമി തുടക്കം കുറിച്ച സംസ്ഥാനമാണ് കേരളം. അത് രാജ്യത്തിന് തന്നെ മാതൃകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യാന്തര തലത്തിലുള്ള മുഴുവൻ പുതിയ ടെക്നോളജിയും നമ്മൾ കേരളത്തിൽ എത്തിക്കേണ്ടതുണ്ട്. പുതിയ കളിക്കാരെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് പരിചയമില്ലാത്ത ഫുട്ബോൾ രീതികൾ ഇന്ത്യയിലെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ അർജന്റീനയുടെ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റുമായുള്ള ചർച്ചയിൽ അവർ കേരളത്തിൽ പുതിയ അക്കാദമി ആരംഭിക്കാനും അതോടൊപ്പം തന്നെ സൗഹൃദ മത്സരങ്ങൾക്ക് അവരുടെ ടീം കേരളത്തിൽ എത്താമെന്നുള്ള രീതിയിൽ അവരെന്താണ് നമ്മുടെ ഒരു ഫുട്ബോൾ സ്നേഹത്തെ കുറിച്ച് താങ്കളോട് പറഞ്ഞത്? കാരണം ലോകകപ്പിന്റെ സമയത്തൊക്കെ അവരത് അനുഭവിച്ചറിഞ്ഞവരാണല്ലോ. തീർച്ചയായും നിങ്ങൾ അവരുടെ വിഷ്വൽ കണ്ടിട്ടുണ്ടായിരിക്കാം. അതിൽ ആദ്യം തന്നെ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ്, കേരളത്തിലെ ഗവൺമെന്റിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അവിടെ ചർച്ചകൾ ആരംഭിച്ചത് തന്നെ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അവർ അത് മനസ്സിലാക്കുന്നു. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ വികാരം മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായി അടുത്ത സെപ്റ്റംബർ ആദ്യ വാരത്തിൽ അവർ കേരളത്തിൽ വരികയും കൊച്ചിയിൽ വരാമെന്നും
അവിടെ വെച്ച് അക്കാദമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ സൗഹൃദ മത്സരത്തിന് സ്റ്റേഡിയം വിസിറ്റ് ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കും. അതിന് ശേഷമായിരിക്കും അവരുടെ ഡേറ്റ് അവർ പ്രഖ്യാപിക്കുക. ഇപ്പോൾ പ്രധാനമായും ഇപ്പോൾ നമ്മുടെ ഒരു മുൻപിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ടീമിനെ എത്തിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു വലിയൊരു ചിലവുള്ള പ്രശ്നം തന്നെയാണ്. പക്ഷേ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഒപ്പം തന്നെ അർജന്റീന പോലൊരു ടീം എത്തുമ്പോൾ അവരോട് കിടപിടിക്കുന്ന സംവിധാനമുള്ള സ്റ്റേഡിയങ്ങൾ, ബാക്കി ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള കാര്യങ്ങൾ വേണം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഉയർത്തേണ്ട, ലോക നിലവാരത്തിലേക്ക് ഉയർത്തേണ്ട ചില കാര്യങ്ങൾ കൂടി നമ്മുടെ മുൻപിലില്ലേ? തീർച്ചയായും അത് നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ തേഞ്ഞിപ്പാലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്താരാഷ്ട്ര ഫിഫ നിലവാരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള നടപടികൾ നമ്മൾ പൂർത്തീകരിക്കുന്നത്. ഈ സ്റ്റേഡിയത്തിലായിരിക്കും അർജന്റീനയുടെ അക്കാദമി കൂടി ആരംഭിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അക്കാദമിയുടെ പ്ലാനുമായി അടുത്ത മാസം അവർ കേരളം സന്ദർശിക്കുന്നത്. തീർച്ചയായും നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കേരള ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ നീക്കങ്ങൾ ഫലം കാണുമെന്ന് തന്നെയാണ് പറയാനുള്ളത് ഇക്കാര്യത്തിൽ. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. സംസാരിച്ചതിന് അദ്ദേഹം യാത്രക്കിടയിൽ വിദേശത്തു നിന്നാണ് നമ്മളോട് സംസാരിച്ചത്. ഏറ്റവും വലിയ സന്തോഷമാണ് പങ്കുവച്ചത്. അതിൽ തന്നെ തേഞ്ഞിപ്പലത്ത് നമ്മളൊരു അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയത്തിൻ്റെ പണികളിലേക്ക് കടക്കുകയാണ്. അവിടെയായിരിക്കും അർജന്റീനയുടെ അക്കാദമി വരാൻ പോവുകയാണ്. നേരത്തെ ശ്രീ ചാക്കോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ മിനിസ്റ്ററിലേക്ക് പോയത്. ശ്രീ ചാക്കോ, നമ്മുടെ സർക്കാരിനോടൊപ്പം തന്നെ ഇവിടുത്തെ ഫുട്ബോൾ ഭരണ സംവിധാനങ്ങളും ഓടി ഒപ്പം നിൽക്കേണ്ടതല്ലേ എന്ന ചോദ്യമായിരുന്നു ഞാൻ താങ്കളോട് ഉന്നയിച്ചത്. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ മിനിസ്റ്റർ പറഞ്ഞ കൂടി ചേർക്കാം. നമ്മൾ തേഞ്ഞിപ്പലത്തിന് സമീപം ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതിലേക്കുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. അവിടെ ആയിരിക്കും അർജന്റീനയുടെ അക്കാദമി വരാൻ പോവുക. അപ്പോൾ സംഗതി ചെറുതല്ല. തീർച്ചയായിട്ടും അത് ഒരു നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അക്കാഡമി വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഇപ്പം തേഞ്ഞിപ്പാലത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സബുകൾ പല ജില്ലകളിലോട്ടും നമുക്കറിയാം വന്നു കഴിഞ്ഞാലും ധാരാളം കുട്ടികൾ, ഇപ്പോൾ അർജന്റീനിയൻ ടീമിൻ്റെ പരിശീലനം കിട്ടുമ്പോൾ ധാരാളം കുട്ടികൾ അതിൽ വരികയും നമ്മുടെ കേരളത്തിന് അതുപോലെ തന്നെ ഇന്ത്യക്ക് അഭിമാനം ആകുന്ന കുട്ടികളെ നമുക്ക് അക്കാഡമി കൂടെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അക്കാഡമി കൂടെ ധാരാളം കുട്ടികൾ വരും. നമുക്കറിയാം ഇപ്പം പുതിയ ടൂർണമെൻറ്റുകൾ, ഇപ്പോൾ ISL, ഐ ലീഗുകൾ, ഇപ്പം പുതിയ നാളെ 7-ാം തീയതി പുതിയ കേരള ലീഗ് തുടങ്ങുന്നു. അങ്ങനെ കേരള പ്രീമിയർ ലീഗ്, ഇങ്ങനെ ധാരാളം ടൂർണമെൻറ്റുകൾ ഇപ്പം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധാരാളം കുട്ടികൾക്ക് അവസരം കിട്ടുമ്പോൾ ധാരാളം കുട്ടികൾ ഈ രംഗത്തോട്ട് എത്തും. മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളെ പഠിത്തത്തോടൊപ്പം തന്നെ ഈ സ്പോർട്സ് രംഗത്തോട്ട് എത്തിക്കും. തീർച്ചയായും അക്കാഡമി നമുക്കൊരു ഉപകാരപ്രദമാവും. ഓക്കെ, ശ്രീ VP ഷാജി, ഇവിടെ മിനിസ്റ്റർ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ താരങ്ങൾ പുതിയ പരിശീലന രീതികളടക്കം പരിചയപ്പെടേണ്ടതുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇന്ന് ഫുട്ബോൾ താരങ്ങൾക്ക് ലഭിക്കുന്ന പരിശീലന രീതികളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ആ സംവിധാനങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ഇവിടെ ഒരു സർക്കാർ സംവിധാനം മുന്നിട്ടിറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് ശ്രീ ചാക്കോയോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് താങ്കളോടും പങ്കുവയ്ക്കാനുള്ളത്. അതിനനുസരിച്ച് നമ്മുടെ ഫുട്ബോൾ ഭരണ സംവിധാനം, ഇന്ത്യൻ ഫുട്ബോൾ ഭരണ സംവിധാനം ഉണർന്നെണീറ്റിട്ടുണ്ടോ? അങ്ങനൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? എനിക്ക് തോന്നുന്നത് കുറച്ച് നാളായിട്ട് ഒരു മാറ്റത്തിൻ്റെ പാതയിലേക്ക് വരുവാണെന്ന് തോന്നുന്നു. വെച്ചാൽ കോച്ചസിനൊക്കെ നല്ല എഡ്യൂക്കേഷൻ കൊടുത്ത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഇപ്പം നമ്മുടെ കേരളം തന്നെ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേരളം ഒരു നല്ലൊരു വഴികാട്ടിയായിരിക്കും ഇന്ത്യക്ക് വേണ്ടി തന്നെ. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ കേരളത്തിൽ നല്ല പ്രൊഫഷണൽ കോച്ചസിനെ കൊണ്ടുവന്ന് ഒരുപാട് കളിച്ച താരങ്ങളുണ്ട്. അവർ എങ്ങനെ പരിശീലിപ്പിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ കോച്ചിങ്ങിൻ്റെ ലെവൽ മാറ്റാൻ പറ്റും. അപ്പോൾ ഒരുപാട് കളിക്കാർ ഇവിടെ ഉണ്ട്. ആ കളിക്കാരെ പരിശീലക വേഷത്തിലേക്ക് എത്തിക്കുന്ന കാര്യം കൂടി സർക്കാർ ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും. അതായത് നമ്മുടെ ഇടയിൽ തന്നെയുള്ള പഴയ കളിക്കാരെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അതെ, പുറത്തുനിന്നുള്ള വിദേശ കോച്ചിനെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഇപ്പോൾ ക്ലാസ് കൊടുത്തു കഴിഞ്ഞ് എന്തായാലും ഒരു കോച്ചിങ് ക്ലാസ് വേണം. ആ കോച്ചിങ് ക്ലാസ് നമ്മുടെ കളിക്കാർക്ക് അടക്കം കൊടുക്കണം. അതെ. അപ്പോൾ ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു. അതായത് ഇപ്പോൾ പരിശീലനത്തിന് നിൽക്കുന്ന ആളുകൾക്കടക്കം അവർക്കൊരു പരിശീലനം കൊടുക്കണം. അതെ, എപ്പോഴും റിഫ്രഷർ കോഴ്സ് എപ്പോഴും നല്ലതാണ്. മാറ്റങ്ങൾ എപ്പോഴും പഠിച്ചു കഴിഞ്ഞാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ പിന്തുടരുന്ന രീതി അല്ലാതെ പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നു. ഇപ്പോൾ ഞങ്ങളിപ്പം 96-ലൊക്കെ നിന്ന സമയമുണ്ട് ഇന്ത്യൻ ടീം, ഇപ്പോഴും 125 അപ്പോൾ നമ്മൾ പിന്നെയും പറഞ്ഞത്. ഒരു കാലത്ത് ഉറങ്ങുന്ന ഭീമനെന്ന് ഇന്ത്യൻ ഫുട്ബോളിനെ വിശേഷിപ്പിച്ചത് ഫിഫയുടെ തലവൻ സെപ്പ് ബ്ലാറ്റർ ആയിരുന്നു. ബ്ലാറ്റർ ആ സംഘടനയിൽ നിന്ന് പോയിട്ട് കാലങ്ങളായി. പക്ഷേ നമ്മളിപ്പോഴും ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ടില്ല. ആ ഉറക്കത്തിൽ നിന്ന് എണീക്കണമെങ്കിൽ AIFF എന്ന് പറയുന്ന നമ്മുടെ ഈ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് അവർ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ഈ ഘട്ടത്തിലും ബാക്കിയുണ്ട്.
എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. എന്താ വെച്ചാൽ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുള്ള രാജ്യത്ത് ഒരു നല്ലൊരു ഫുട്ബോൾ ടീമിനെ വാർത്തെടുക്കാൻ നല്ല രീതിയിൽ പറ്റും. പക്ഷെ അതിന് എല്ലാ രീതിയിലും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം കൊടുത്തുകൊണ്ട് കളിക്കാർക്ക് നല്ല രീതിയിലുള്ള കളിക്കാർക്ക് ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള പ്രാക്ടീസും അവരുടെ ജീവിത രീതിയും മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായാലും ഫുട്ബോൾ ഇവിടെ രക്ഷപ്പെടും. അതിന് പറ്റിയ ടാലൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ടാലൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ കുറച്ചുകൂടി നന്നായിട്ട് നടത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ശ്രീ രഞ്ജിത്ത്, നിങ്ങളൊക്കെ അക്കാഡമി നടത്തുന്ന ഫുട്ബോൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ആളുകൾ കൂടിയാണല്ലോ. ഇപ്പോൾ അർജന്റീനയുടെ അക്കാഡമി വരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് AC മിലാൻ്റെ ആളുകളുമായിട്ടും കായിക മന്ത്രി ചർച്ച നടത്തുന്നു എന്നതാണ്. അവരുടെ കൂടുതൽ സംവിധാനങ്ങളടക്കം ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് വരാനുള്ള വിശാലമായ സാധ്യതകൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വമ്പൻ ടീമുകളുടെ ആളുകളുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ വേണമെങ്കിൽ നിലവിൽ രൂപപ്പെട്ടു വരാൻ പറ്റും കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ. തീർച്ചയായും ഇപ്പം കേരളത്തിൽ തന്നെ ഒരു 1000-ൽ പരം അക്കാഡമികളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്രമാത്രം ചെറിയ 5 വയസ്സിലെ കുട്ടികൾ മുതലുള്ള അക്കാഡമീസാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിലാൻ അക്കാഡമി എറണാകുളത്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആവശ്യം, എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്, നമ്മളെ ഇന്ത്യൻ സ്പോർട്സിൽ, അത് ഫുട്ബോളല്ല ഏത് സ്പോർട്സ് ആയാലും, നമുക്കൊരു പൊളിറ്റിക്സ് വളരെ ഇല്ലാത്ത രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അത് വളരെ എല്ലാ സ്പോർട്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളെ സ്പോർട്സിൽ ഒരു പൊളിറ്റിക്സും വരാതെ അത് ഏതൊക്കെ ഇവൻറ്റിൽ, ഏതൊക്കെ ഗെയിംസിൽ, ഏതൊക്കെ സീനിയർ മോസ്റ്റായ ആൾക്കാരെ ഉപയോഗിച്ച് ഫുട്ബോളിനായാലും അത്ലറ്റിക്സ് ആയാലും ഏതെല്ലാം ഇവൻറ്റിന് ഓരോരോ ഗൈഡ് ചെയ്യേണ്ട ഓരോ ആൾക്കാരെ കൊടുത്ത് അങ്ങനെ നമ്മുടെ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നൊരു അഭിപ്രായം എനിക്ക് ഉണ്ട്. ശരി, ഞാൻ വരാം. ശ്രീ അജയൻ, ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് കേരള ഫുട്ബോളിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് കൂടിയാണല്ലോ നമ്മൾ പറഞ്ഞു വെക്കേണ്ടത് അർജന്റീന വരുമ്പോൾ. കാരണം അതുതന്നെയാണല്ലോ ഏറ്റവും വലിയ മാറ്റവും. ഇവിടെ നിങ്ങൾക്കൊക്കെ കിട്ടാത്ത ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് എന്നത് വസ്തുത തന്നെയാണ്. പക്ഷേ ആ സൗകര്യങ്ങൾ കിട്ടുമ്പോഴും ലോക ഫുട്ബോൾ റാങ്കിങ്ങിൽ നമ്മുടെ സ്ഥാനം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നൊരു സങ്കടകരമായ കാര്യം നമ്മുടെ മുൻപിലുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ആണ് ആദ്യം നമ്മൾ ആഴത്തിൽ പഠിക്കുകയും പരിഹരിക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ സൂപ്പർ ലീഗ് വരാൻ വേണ്ടി പോവുകയാണ്. കേരള സൂപ്പർ ലീഗ് വരുന്നു. നമ്മൾ ഒരുപാട് ഇനിഷ്യേറ്റീവ് ഈ മേഖലയിൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ISL-നൊക്കെ അപ്പുറത്തേക്ക് കേരള സൂപ്പർ ലീഗ് വരുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചലനം, അതിലേക്ക് വരുന്ന ടീമുകൾ നോക്കൂ. സിനിമാ താരങ്ങളടക്കം ഇപ്പോൾ പൃഥ്വിരാജ് ഉണ്ട്, ആസിഫ് അലി ഉണ്ട്, വൻ കോർപ്പറേറ്റുകൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ കേരളം ഒരു വലിയ ഫുട്ബോൾ മാർക്കറ്റാണ് എന്ന തിരിച്ചറിവ് ലോകത്തിന് മുന്നിൽ കൊടുക്കാൻ ഈ സൂപ്പർ ലീഗ് അടക്കമുള്ള സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ രഞ്ജിതനൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആയിരക്കണക്കിന് അക്കാഡമികൾ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും അതിൻ്റെ ഒരു ചെറിയ ഒരു പ്രശ്നമായി നമുക്ക് കാണാൻ കഴിയുന്നത്, അക്കാഡമികൾ എപ്പോഴും റെസിഡൻഷ്യൽ അക്കാഡമികളായി മാറണം. അതായത് ഒരു പ്രൊഫഷണൽ അക്കാഡമികളായി മാറിയാൽ മാത്രം, അത് ഏജ് കാറ്റഗറി തിരിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവരെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് നമ്മൾ കണ്ടെത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ അക്കാഡമികൾ സാധാരണ ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ പ്രാക്ടീസുകൾ ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ ഒരു കുട്ടിയെ നേരെ അവർ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അവർ കൊടുക്കുകയാണ്. അതായത് അവിടെ നിന്നാണ് അവർ ചെറുപ്പത്തിലെ കണ്ടെത്തി അവന്റെ വിദ്യാഭ്യാസം, ഒപ്പം തന്നെ ഈ കായിക മേഖലയിലെ അവന്റെ കഴിവ് തിരിച്ചറിഞ്ഞ ആ രീതിയിൽ നമ്മൾ കൊണ്ടുവരണം. കതിരേൽ കൊണ്ട് വളം വെക്കാൻ നിൽക്കരുത്. അതെ 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 തീർച്ചയായിട്ടും. നമ്മൾ സ്വാഭാവികമായും മറ്റുള്ള രാജ്യങ്ങൾ നമ്മൾ എടുത്ത് നോക്കിയാൽ മതി. അവരിപ്പം ഈ ഏഷ്യൻ രാജ്യങ്ങളായാൽ പോലും അത്രയേറെ ഡെവലപ്ഡ് ആയി ഇപ്പം ഖത്തർ ആയാലും UAE ആയാലും അവരെല്ലാം തന്നെ ഈ ഒരു പാത പിന്തുടരുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ നിരവധി അവസരങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സൂപ്പർ ലീഗ് തുടങ്ങാൻ പോകുന്നു, അത് കഴിഞ്ഞ് I ലീഗ് ഉണ്ട്, ISL ഉണ്ട്. ഈ ISL-ഉം ഇതെല്ലാം കളിക്കുമ്പോഴും കുട്ടികൾക്ക് കളിക്കുവാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ അർജന്റീന പോലുള്ള ഒരു രാജ്യം വന്ന് അക്കാഡമി തുടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ ഗവൺമെൻറ് എത്രത്തോളം ഇനിഷ്യേറ്റീവ് അതിൽ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഭാവിയിൽ സർക്കാർ ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഭാവി ഫുട്ബോളിൽ ഒരു വലിയ മാറ്റം, ഒരു വിപ്ലവം തന്നെ, ശരിക്കും പറഞ്ഞാൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കത്തക്ക രീതിയിലാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സംസാരിച്ചപ്പോൾ തന്നെ നമുക്കത് വ്യക്തമാണ്.
കാരണം ഈ ലോകോത്തര നിലവാരമുള്ള രീതിയിലേക്ക് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവന്ന് കുട്ടികളെയും രക്ഷകർത്താക്കളെയും അതിലേക്ക് ആകർഷിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ സംഭവമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ മുമ്പ് ഉണ്ടായിരുന്ന കളിക്കാർക്ക് കിട്ടാത്ത അവസരങ്ങൾ ഒരു വലിയ ഒരു വഴി ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ വേണ്ടത് എന്ന് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അക്കാഡമികൾ കുട്ടികളെ തുടക്കം മുതൽ അവസാനം വരെ അതിലേക്ക് മാത്രമായി കേന്ദ്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്കൊരു ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ വേൾഡ് കപ്പ് കളിക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയാണ് അത്. ISL കളിക്കുമ്പോൾ കുട്ടികൾക്ക് നന്നായി കളിക്കാൻ കഴിയുന്നുണ്ട്, അവർക്ക് വിദേശ താരങ്ങളോടൊപ്പം ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഒരു കാലത്ത് എന്തുകൊണ്ട് വേൾഡ് കപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ നമുക്ക് കളിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. കാരണം ആ ടൂർണമെന്റ് നടക്കുമ്പോൾ ഒരു 10-20 കളിക്കാരെ നമ്മൾ സംഘടിപ്പിക്കുന്നു, അവർ കുറച്ച് നാളുകൾ മാത്രമായി പ്രാക്ടീസിന് പോകുന്നു, കുറച്ച് നാളുകൾ നമ്മൾ ക്യാമ്പുകൾ കൊടുക്കുന്നു, ആ കൊടുത്തതിന് ശേഷം അവർ വീണ്ടും ക്ലബ്ബുകളിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഒരിക്കലും നമുക്കൊരു കോമ്പിനേഷൻ പ്ലേ സ്ഥിരമായി എടുക്കാൻ കഴിയുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷേ അതിന് ഒരു മാറ്റം തന്നെയാണ് ഇപ്പോൾ വരുന്നത്. തീർച്ചയായിട്ടും അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ പറയാം. എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പോപ്പുലറായ ഗെയിം എന്ന് പറയുന്നത് ക്രിക്കറ്റാണ്. അതിൻ്റെ ഒരു കിട്ടുന്നൊരു ബാക്കപ്പ് നമുക്കറിയാം, എത്രമാത്രം വലിയൊരു മാർക്കറ്റാണ് അത് ഇവിടെ തുറന്നിട്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ 1983 നമ്മൾ ലോകകപ്പ് നേടുന്നതിന് മുൻപ് ക്രിക്കറ്റും വളരെ മോശം അവസ്ഥയിലായിരുന്നു. പക്ഷേ കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് ക്രിക്കറ്റ് രാജ്യത്ത് വേര് പിടിച്ചു. അതിലൂടെ അവർക്ക് മികച്ച കച്ചവട സാധ്യത, കാരണം കച്ചവടമെന്ന് ഞാൻ പറഞ്ഞത് വേറൊരർത്ഥത്തിൽ എടുക്കരുത്, കാരണം ഇന്ന് മണിയില്ലാതെ ഒരു കായിക വിനോദത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്ന വസ്തുതയുണ്ട്. അപ്പോൾ ക്രിക്കറ്റ് ആ സാധ്യത ഉപയോഗിച്ചു. എന്തുകൊണ്ട് ഫുട്ബോളിന് ആ സാധ്യത ഉപയോഗിക്കാൻ കഴിയുന്നില്ല? ഈ അസോസിയേഷൻ എന്തെങ്കിലും ചെയ്താലല്ലേ ഫിഫയ്ക്കും ബോധ്യമാവുകയുള്ളൂ, ഇവരിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധ ഇന്ത്യയിലേക്ക് കൊടുക്കാം എന്ന് ഫിഫയ്ക്ക് കൂടി തോന്നണമെങ്കിൽ നമ്മളിവിടെ എന്തെങ്കിലും ചെയ്തു വെക്കണ്ടേ? തീർച്ചയായിട്ടും അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കേരളം കൊടുക്കുന്ന ഈ ഒരു മാതൃക ഏറ്റെടുത്തുകൊണ്ട് ഫിഫ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനകത്തേക്ക് വരണം. അതിനൊരു വിപ്ലവമായി മാറാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഈ ഫുട്ബോളിനെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് ഉള്ള ഒരു സംഭവമായി മാറണം എന്നുള്ളതാണ്. ഈ ഫിഫ ഇപ്പോൾ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്രത്തോളം അട്രാക്റ്റീവ് അവരാക്കാൻ പറ്റുമോ ആ രീതിയിൽ അട്രാക്റ്റീവ് ആക്കിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരള ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ള ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മളും അതുപോലെ തന്നെ ലയണൽ മെസ്സിയെ പോലെയുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവരിക എന്നത് വളരെ അട്രാക്റ്റീവ് ആവുകയാണ്. കുട്ടികൾക്ക് ഇതിനോടുള്ള ആകർഷണം കൂടുകയാണ്, അവർക്കുള്ള അവസരങ്ങൾ കൂടുകയാണ്. അങ്ങനെ ഈ പറഞ്ഞതുപോലെ എല്ലാ വശങ്ങളിൽ നിന്നും സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ ഒരു എളിയ അപേക്ഷ. ചാക്കോ, നമ്മൾ ഫുട്ബോളിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വീണ്ടും നമ്മൾ 125 120 ഏതോ പൊസിഷനിലേക്ക് ഫിഫ റാങ്കിങ്ങിൽ വന്നിരിക്കുന്ന ഒരു സമയമാണ്. ഇനിയെങ്കിലും ഒരു തിരിച്ചറിവിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ പോകേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു കേരളം തുടക്കമിടുന്ന ഈ വലിയ നീക്കം അത് രാജ്യത്തിന് തന്നെ ഒരു മാറ്റമാകാനുള്ള സാധ്യതകൾ തെളിയുന്നില്ലേ? ഇതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലേക്കും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മനസ്സിൽ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുക എന്ന ചിന്തയുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അർജന്റീന വരുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു തുടക്കം ആ പദ്ധതികൾക്കൊന്നും കിട്ടാനില്ല. നമ്മുടെ ഗവൺമെന്റ് ഇപ്പം മുൻകൈ എടുത്ത് നമ്മുടെ അർജന്റീന ടീമിനെ കൊണ്ടുവന്ന നമുക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരും, എല്ലാം റെഡി ആയിരിക്കുകയാണെങ്കിലും പക്ഷേ ഇതിനൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇന്ത്യൻ സ്പോർട്സ് രംഗത്തുള്ള ആൾക്കാരും അത് KFA അതുപോലെ DFA മറ്റേ ഉള്ള മുഴുവനും ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ IFA പോലുള്ള എല്ലാ സംഘടനകളിലും ഒരുപോലെ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഫുട്ബോളിന് അതിനെയും ഇപ്പം 124 താഴോട്ട് നമ്മുടെ ഷാജിയൊക്കെ പറഞ്ഞതിൻ്റെ ഷാജിയൊക്കെ കളിച്ച കാലത്തുള്ള ഇതിനോട് 100 താഴെ എത്തി നമുക്ക് വേൾഡ് കപ്പിൽ മത്സരിക്കാൻ സാധിക്കും. അതിനുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഇപ്പം നാളെ തുടങ്ങുന്ന SLK സൂപ്പർ ലീഗ് ഇപ്പോൾ 6 ടീമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി കൂടുതൽ ടീമുകൾ രംഗത്ത് വരും. അപ്പോൾ ഇതിനും കൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനൊരു വളർച്ച ഉണ്ടാകും. ഇത് പല സ്റ്റേറ്റുകളും ഇനി ഇത് പരീക്ഷിക്കും. അങ്ങനെ എല്ലാ സ്റ്റേറ്റുകളിലാകുമ്പോഴത്തേന് നമുക്കറിയാം ഇന്ത്യയിൽ ഒരു നല്ല ടീമുകളെ വളർത്തിയെടുക്കുവാൻ സാധിക്കും. അതുപോലെ I ലീഗുകൾ ISL വരുന്നു. അപ്പം ധാരാളം
മാറ്റങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടാകും. അതിന് നമ്മുടെ ഗവൺമെൻറ് നല്ലൊരു തുടക്കമാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ അർജന്റീനയെ കൊണ്ടുവരുന്നു, അതുപോലെ നമ്മുടെ അക്കാഡമികൾ തുടങ്ങുന്നു. അത് തന്നെ ഒരു മാറ്റം ഉണ്ടാകും. അക്കാഡമികൾ ഇപ്പം രഞ്ജിത്ത് പറഞ്ഞതിലൂടെ കേരളത്തിൽ ധാരാളം അക്കാഡമികളുണ്ട്. അതിന് വേണ്ട രീതിയിലുള്ള കോച്ചിങ്ങുകളോ മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളോ ഒന്നും ഇല്ല. ചുമ്മാതെയുള്ള രീതിയിലുള്ള കോച്ചിങ്ങുകളാണ് കൊടുക്കുന്നത്. അതുപോരാ, നമ്മൾ നല്ല രീതിയിലുള്ള കോച്ചിങ്ങുകൾ കൊടുത്ത് നമ്മുടെ കോച്ചസിനെയൊക്കെ നല്ല കോച്ചസുകൾക്ക് നല്ല രീതിയിൽ കൊണ്ടുവന്ന നല്ലൊരു മാറ്റം നമുക്ക് നമ്മുടെ കേരളത്തിലൂടെ ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിക്കും. തീർച്ചയായും. ശ്രീ അജയൻ, താങ്കൾ നേരത്തെ പറഞ്ഞൊരു വാചകത്തിൽ എനിക്ക് താങ്കളുടെ ചോദ്യം അവസാനിപ്പിക്കാൻ തോന്നുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഈ അക്കാദമികളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ A to Z കാര്യങ്ങൾ, അതായത് ഒരു കുട്ടിയെ കണ്ടെത്തി പിന്നീടുള്ള അവൻ്റെ മുഴുവൻ വളർച്ചയും ആ അക്കാഡമിയിലൂടെ ആയിരിക്കും, അവൻ്റെ പഠനവും മറ്റു ജീവിത കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ നമ്മൾ മെസ്സിയെക്കുറിച്ച് പറയുന്നില്ല, മെസ്സി വരുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നോക്കൂ, ലാമാസിയ എന്ന് പറയുന്ന ബാഴ്സലോണയുടെ അക്കാദമിയാണ് മെസ്സി എന്ന് പറയുന്ന താരത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും നിർണ്ണയിച്ചത്. ബ്രസീലിലെ വലിയ താരങ്ങളെയൊക്കെ തെരുവുകളിൽ നിന്ന് ഈ അക്കാദമിയിലേക്ക് എത്തുകയും പിന്നീട് ആ അക്കാദമി അവരുടെ ജീവിതത്തിൻ്റെ ആകെ കാഴ്ചപ്പാടുകളെയും ആകെ സാഹചര്യങ്ങളെയും മാറ്റുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സ്പോർട്സ് എക്കണോമി എന്ന് പറയുന്നൊരു വലിയ നയം സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സ്പോർട്സ് കോൺക്ലേവ് സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ഈ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള അക്കാദമികളും ഇനി തുടങ്ങാൻ പോകുന്ന ഇപ്പോൾ അർജന്റീനയുടെയും ഒക്കെയുള്ള വലിയ വലിയ അക്കാദമികളും അതിൻ്റെ ചുവട് പിടിച്ചായിരിക്കില്ലേ പോവുക? അപ്പോൾ അത് നിങ്ങളുടെയൊക്കെ ആ സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ആ ചോദ്യത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഉണ്ട്. ഇപ്പോൾ മെസ്സിയെ പോലെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അർജന്റീന ആയാലും സ്പെയിൻ ആയാലും അവരൊക്കെ വേൾഡ് കപ്പും യൂറോ കപ്പും ഒക്കെ വിൻ ചെയ്യാൻ കഴിയുന്നത്? അവർ ഇതുപോലെ എത്രയോ നാളുകൾ ഇവർ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അക്കാഡമിയിലൂടെ കളിച്ച് വന്ന് അവരൊരു ലെവലാവുമ്പോഴാണ് വേൾഡ് കപ്പിൽ എത്തുന്നത്. അത് സ്ഥിരതയാർന്ന ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഗുണമാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതുപോലുള്ള അക്കാഡമികളാണ് നമുക്ക് വരേണ്ടത്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ നമ്മൾ എന്തെങ്കിലും വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു സ്വപ്നമുണ്ടെങ്കിൽ അത് നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിൻ്റെ ശ്രമഫലമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരള ഗവൺമെൻറ് ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഏത് കളിക്കാർ നമ്മുടെ ഒരു സമയത്തുണ്ടായിരുന്ന സ്പെയിൻ്റെ ആ ടീമിനെ നമ്മൾ എടുത്തു നോക്കൂ. ഇനിയസ്റ്റ, സാവി, അതുപോലുള്ള മുഴുവൻ ആൾക്കാരും അവർ അക്കാഡമിയിൽ നിന്ന് കളിച്ചു വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ യൂറോ കപ്പിൽ വളരെ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ എന്തുകൊണ്ടാണ് സ്പെയിന് കഴിഞ്ഞത്? അവര് ഒരുമിച്ച് കളിക്കുന്ന കളിക്കാർ പണ്ട് മുതലേ വരുന്നത് കൊണ്ടാണ്. പോകണം എന്നുള്ളതാണ് എന്റെ ഒരു സജഷൻ. യാമീനാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പിന്നെ ഒരു കളിക്കാരൻ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് 16-ാമത്തെ വയസ്സിൽ യൂറോ കപ്പ് ചാമ്പ്യനാണ്, ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പിന്നെ പ്ലെയറാണ്, പിന്നെ സ്കോററാണ്, അസിസ്റ്റ് ചെയ്ത ആളാണ്. അപ്പോൾ ആ രീതിയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ കുട്ടിക്കാലം മുതൽ തന്നെ ഇവരെ കണ്ടെത്തി കൊണ്ടുവന്നാൽ മാത്രമേ നടക്കൂ എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ നമുക്ക് അക്കാഡമികൾ എന്ന് പറയുന്നത് നടന്നു പോകും. പക്ഷേ നമുക്കൊരു ലോങ് വിഷൻ ഉണ്ടെങ്കിൽ അത് ഈ രീതിയിൽ നന്നായിട്ട് പോകണം. അതിനു വേണ്ടിയിട്ട് എല്ലാ ഈ പറഞ്ഞതുപോലെ ചാക്കോ സാറൊക്കെ പറഞ്ഞതുപോലെ എല്ലാ സംഘടനകളും അത് നല്ല രീതിയിൽ നിൽക്കണം. അവരെ എല്ലാവരെയും ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ നമ്മുടെ സർക്കാരിന് കഴിയും. ആ സർക്കാർ ഏറ്റെടുക്കുന്ന ദൗത്യം ഭയങ്കരമാണ്. ഇതൊരു ചെറിയ കാര്യമായി ആരും കണക്കാക്കില്ല എന്ന് വിചാരിക്കുന്നു. കാരണം സ്പോർട്സ് താരങ്ങൾ എന്നുള്ള രീതിയിൽ, ഫുട്ബോൾ താരങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മളെക്കൊണ്ട് പിന്നെ എന്താ ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം, നമ്മളെ കൈയൊക്കെ വളരെ മികച്ച കളിക്കാരും എല്ലാവരും ഉണ്ട്. വിജയേട്ടൻ ഉൾപ്പെടെ, ജോപ്പോളോട്ടൻ ഉൾപ്പെടെ, സുരേഷ്, ആസിഫ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരും ഉണ്ട്. ചാക്കോ സാറ്, തോബിയ സാർ, അങ്ങനെ പോലീസിന്റെ തന്നെ ഒരു വലിയ കളിക്കാരുണ്ട്. ഇവരുടെ എല്ലാവരുടെയും കൂടി അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഉപദേശങ്ങളോ ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ കേരള ഫുട്ബോളിനെ വളർത്തി വലുതാക്കുവാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിക്കണം. അതിന് തീർച്ചയായിട്ടും കേരള ഗവൺമെന്റ് ഏറ്റെടുത്ത ഈ ദൗത്യം എന്ന് പറയുന്നത് 100% പ്രശംസനീയ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായും ഇതിലുണ്ടാകുമെന്ന് കൂടി അറിയിക്കുന്നു. തീർച്ചയായും. ശ്രീ VP ഷാജി, നമുക്ക് ഏകദേശം നമ്മുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റും കൂടി നമുക്ക് ബാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊരു വലിയ സ്വപ്നം ഇങ്ങനെ കാണുകയാണ്. ഓരോ ലോകകപ്പ് വരുമ്പോൾ നമ്മൾ ആ സ്വപ്നം കാണുന്നതാണ്, എന്ന് നമ്മുടെ രാജ്യം ഒരു ലോകകപ്പ് കളിക്കും, ഒരു വലിയ ടീമിനെ നമ്മുടെ രാജ്യം നേരിടും എന്നൊക്കെ നമ്മളിങ്ങനെ സ്വപ്നം കാണാറുണ്ട്. നെഹ്റു കപ്പിലൊക്കെ വലിയ ടീമുകൾ, സോവിയറ്റ് യൂണിയനൊക്കെ വന്ന് കളിച്ചിട്ട് പോയത് നമ്മുടെ ഓർമ്മകളിലുണ്ട്. പക്ഷേ പുതുതലമുറയിൽ അത്രയധികം നമ്മളത് കണ്ടിട്ടില്ല. നമ്മളെക്കാൾ ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളൊക്കെ ലോകവേദികളിൽ വലിയ തിളക്കത്തോടെ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതൊരു മാറ്റത്തിൻ്റെ കാലമാണോ? ആ മാറ്റത്തിൻ്റെ തുടക്കമായിട്ട് അർജന്റീനയുടെ വരവിനെയും കേരള ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഈ ഇനിഷ്യേറ്റീവിനെയും നമുക്ക് കാണാൻ കഴിയുമോ? അതിനോട് ചേർന്ന് നമ്മുടെ മറ്റു ഫുട്ബോൾ സംവിധാനങ്ങൾ ഇനി പോകാൻ ശ്രമിക്കുമോ? അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ ഈ ഘട്ടത്തിൽ?
എനിക്ക് തോന്നുന്നു ഒരു മാറ്റത്തിൻ്റെ പാതയിലാണെന്നാണ്. ഇപ്പോൾ സ്പോർട്സ് മിനിസ്റ്റർ അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളും ഇത് എനിക്ക് തോന്നുന്നത് അർജൻറ്റീനയുടെ കലണ്ടറൊക്കെ നോക്കേണ്ടി വരും. അവരെ കളികളൊക്കെ ആദ്യമേ തീരുമാനിച്ചായിരിക്കും. അപ്പം അതൊക്കെ നോക്കി നവംബർ ആകുമ്പോഴേക്ക് അവരുടെ സംഘം വന്ന് ഇവിടെ ഗ്രൗണ്ടൊക്കെ പരിശോധിക്കുന്നു, അങ്ങനെ ഒരു ഡേറ്റ് കണ്ടെത്തുന്നു. അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യൻ AFFൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നമ്മുടെ മലയാളിയായ അനിൽകുമാറാണ് വന്നിട്ടുള്ളത്. അപ്പം അതും ഒരു ചേഞ്ച് തന്നെയാണ്. അനിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കും എന്ന് കരുതുന്നു. അപ്പം അങ്ങനെ ഒരു മൊത്തമായിട്ട് കേരളത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ള ആൾക്കാർക്ക് ഒരു മാതൃകയാകാൻ പറ്റും. അതുപോലെ തന്നെ നല്ല കളിക്കാരെ, ടാലൻ്റ് ഐഡൻറ്റിഫിക്കേഷനാണ് എൻ്റെ മനസ്സിലുള്ളത്. നല്ല കളിക്കാരെ പല സ്ഥലത്തും വരും. ഇന്ന് ടൂർണമെൻറ്റുകളിൽ നിന്ന് മാത്രം സെലക്ട് ചെയ്യാതെ ഒരുപാട് കളിക്കാർ പല സ്ഥലങ്ങളിലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്നും കണ്ടുപെടുന്നേ ഇല്ല. അപ്പോൾ ചില ടൂർണമെൻറ്റുകൾ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ടീം ഉണ്ടാക്കുന്നതും, അജയൻ നേരത്തെ പറഞ്ഞ പോലെ ദീർഘകാലമായിട്ട് ഒരു ടീമിനെ പരിശീലിപ്പിച്ചെടുത്താൽ മാത്രമേ നമുക്ക് വേൾഡ് കപ്പിനെ കുറിച്ച് സ്വപ്നം കാണാനും കളിക്കാനുള്ള ഒരു അവസരവും കൂടി കിട്ടുള്ളൂ. ശ്രീ രഞ്ജിത്ത്, നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ ISL വന്നപ്പോൾ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കണ്ടതാണ്. വലിയ താരങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് കളിക്കാൻ വരുന്നു. റോബർട്ടോ കാർലോസിനെ പോലൊക്കെ ഉള്ളവരൊക്കെ വന്നപ്പോൾ നമ്മൾ ഏറെ പ്രതീക്ഷിച്ചതാണ്. അത് ഇന്ത്യൻ ഫുട്ബോളിൽ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ചലനങ്ങൾ സൃഷ്ടിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചൊരിടത്തേക്ക് ISL ഒക്കെ പോയിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരല്പം നിരാശയോടെ മറുപടി പറയേണ്ടി വരും. ഇല്ല എന്ന് തന്നെ മറുപടി പറയേണ്ടി വരും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയധികം ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വരുന്ന ഈ മാറ്റങ്ങൾ ശുഭപ്രതീക്ഷ നൽകുന്നതാണ്. അത് അർജൻറ്റീനയുടെ വരവ് മാത്രമല്ല, ഇപ്പോൾ ഓരോ മണ്ഡലത്തിലും ഓരോ കളിക്കളങ്ങളടക്കം സൃഷ്ടിച്ചുകൊണ്ടുള്ള കുറേ നയങ്ങൾ ഗവൺമെൻറ് ആവിഷ്കരിക്കുന്നു. സ്പോർട്സ് ഇക്കണോമി പോലെ ഈ കായിക മേഖലയിൽ നിന്ന് തന്നെ പ്രൊഫഷണലായി കായിക താരങ്ങൾക്ക് നിലനിൽപ്പിനുള്ള വലിയ വരുമാനം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആധുനികമായൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ കടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ മാറ്റം തന്നെയാണ്. അത് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും നമുക്കിപ്പോൾ അർജൻറ്റീനയെ പോലുള്ളൊരു ലോകോത്തര പ്ലേയേഴ്സ് ഇറങ്ങിയുള്ള ഒരു കൺട്രി, നമ്പർ 1 ടീം വരുമ്പോൾ നമ്മൾ ഇപ്പം ഖത്തർ വേൾഡ് കപ്പ് കളിച്ചു. എങ്ങനെയാണ് വേൾഡ് കപ്പ് കളിക്കുന്നത്? ഖത്തറിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള സ്റ്റേഡിയംസ് അവർ ഉണ്ടാക്കിയിട്ടാണ് ഖത്തർ ക്വാളിഫൈ റൗണ്ട് കളിക്കേണ്ട ആവശ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. പാർട്ടിസിപ്പേഷനാണ് അവർ. അപ്പോൾ അവർക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, രാജ്യാന്തര നിലവാരത്തിലുള്ള സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഇന്ത്യൻ ടീമിനൊരു വേൾഡ് കപ്പ് കളിക്കാം എന്ന സ്വപ്നം നമുക്ക് അവിടെ സാക്ഷാത്കരിക്കും എന്നൊരു അഭിപ്രായം ആണ് ഞാൻ മുന്നിൽ കാണുന്നത്. നമ്മൾ അജയൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ചെറിയ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കുട്ടികളെ കണ്ടെത്തി എത്രയോ വർഷത്തോളം ക്ലോസ്ഡ് ക്യാമ്പ് പോലെ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുവന്നാലേ നമുക്കൊരു വേൾഡ് കപ്പിലെ ടീമിനെ സ്വപ്നം കാണാൻ പറ്റുള്ളൂ. ലൈവായിട്ട് ഇപ്പോഴത്തുള്ള ഒരു ടീമിനെ നമുക്ക് ഒരിക്കൽ പോലും നമുക്ക് വേൾഡ് കപ്പ് കളിക്കും എന്നൊരു ആശങ്ക നമുക്ക് ഇപ്പോഴും മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്നൊരു നമ്മളൊക്കെ മരിച്ചു പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മളൊക്കെ. അപ്പോൾ നമുക്കൊരു വേൾഡ് കപ്പ് ഇന്ത്യ ടീം കളിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ ഇന്ത്യ ആതിഥേയത്വം വഹിച്ചേ പറ്റൂ. ശരി, ഏതായാലും ആ സ്വപ്നം വൈകാതെ സഫലമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും അർജന്റീനയുടെ വരവ് അത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് കളിക്കളത്തിൽ മാത്രമായിരിക്കില്ല, അതിനുശേഷം അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു തുടർച്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം, ഒപ്പം തന്നെ നമ്മുടെ ഫുട്ബോൾ അക്കാദമികളെ പോലെ നമ്മുടെ താരങ്ങളെ വാർത്തെടുക്കുന്നതിലുള്ള കാഴ്ചപ്പാടിലടക്കം അത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുക. ഏതായാലും സർക്കാർ ആ നീക്കങ്ങളിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. അർജന്റീനയുടെ ഫുട്ബോൾ അധികൃതർ നവംബർ മാസത്തിൽ കേരളത്തിലേക്ക് എത്തും. അവരുടെ സാഹചര്യങ്ങൾ പഠിക്കും, വേദിയടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. പിന്നീട് അക്കാദമി തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. ഒരു പുതിയ തുടക്കമാകട്ടെ, പുതിയ മാറ്റമാകട്ടെ ഇന്ത്യൻ ഫുട്ബോളിൽ. ഈ ആലോചനകൾ, ഈ ചർച്ചകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈവനിംഗ് ഡിബേറ്റ് അവസാനിപ്പിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.